ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇൻഫോ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള പഴയ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റാണ്. ഞാൻ ഇതേപോലത്തെ ചെറിയൊരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. എത്ര വലുപ്പത്തിലുള്ളത് വേണമെങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് റെഡ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ സാധാരണ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് നമ്മൾ എടുക്കുന്ന ബ്രഷിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നൊക്കെ മനസ്സിലായോ? ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സാന്റാക്ലോസിനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ക്യാപ്പിൻ്റെ അടിയിലുള്ള വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം നമ്മുടെ സാധാരണ കോട്ടൺ ഉണ്ടല്ലോ, പഞ്ഞി, അതും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് അവിടെ ആകെ തുരുമ്പ് പിടിച്ചിരിക്കുകയല്ലേ, നമ്മൾ പഴയൊരു ബ്രഷാണ് എടുത്തതല്ലേ. അപ്പോൾ അവിടെ സാധാരണ ബ്രഷിനൊക്കെ സിൽവർ കളറായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സിൽവർ കളർ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പെയിൻ്റ് ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇവിടെയായിട്ട് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് പകരം കളർ പേപ്പേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലത്തെ ഐസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഒട്ടിക്കാം. ഇനി ഇവിടെയായിട്ട് ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പിലും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കാം, വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്. തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റ്. ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ യൂസ് ചെയ്യാതിരിക്കുന്ന ബ്രഷ് വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേഷനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാൾ ഡെക്കറേഷനായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.